നമസ്കാരം കുട്ടികൾക്കും സുഭാഷ് സാറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ളൊരു ന്യൂസാണ് നിങ്ങളോട്ട് എത്തിക്കുന്നത്. ഇന്നറിഞ്ഞ ന്യൂസാണ്. പലർക്കും എപ്പോഴാണ് അടുത്ത വർഷം ഇമ്പ്രൂവ്മെൻറ്റ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് +2 എഴുതേണ്ടതിനെ കുറിച്ചൊരു കൺഫ്യൂഷനുണ്ട്. രണ്ടാമത്തേത് രണ്ടും എഴുതണോ അതോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയോ? ഇനി ഏതെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞിട്ട് മറ്റേത് അവിടെ പഴയ ഇപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന ഒരാൾക്ക് +2 എഴുതിയില്ലെങ്കിലും കുഴപ്പമുണ്ടോ? ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഉണ്ടല്ലോ അല്ലേ? കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ളതാണ്. അതിനുള്ള പരിഹാരം മീൻസ് നിങ്ങൾക്കൊരു അതിനുള്ള കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഇന്ന് ഞാൻ ചോദിച്ചറിഞ്ഞ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം രണ്ടും കൂടി എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, +1ഉം +2ഉം കൂടി എഴുതണമെന്ന് നിർബന്ധം ഇല്ല എന്നാണ് ഇന്നത്തെ ഓഫീസിൽ ഞാൻ വിളിച്ചു ചോദിച്ച് അറിഞ്ഞ കാര്യമാണ്. പക്ഷെ പലയിടത്തും പറയുന്നത് രണ്ടും കൂടി എഴുതണം എന്നാണ്. രണ്ടും കൂടി എഴുതണമെന്നല്ല അവർ പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ രണ്ടും കൂടി എഴുതണമെന്നല്ല, പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടും കൂടി അപ്ലൈ ചെയ്യണം. മീൻസ് +1ഉം +2ഉം കൂടി ഒരുമിച്ച് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. പക്ഷേ നിങ്ങൾക്ക് ഒന്ന് മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ +1 ജയിച്ചു, ഓക്കെ, +2 ഫെയിലായി. എൻ്റെ +2ന് മാത്രം ഫെയിലായി, പക്ഷേ +1ന് ജയിച്ചതാണ്. അപ്പോൾ +2 മാത്രം എഴുതിയാൽ മതി. +1ൻ്റെ പഴയ ജയിച്ചത് അവിടെ കിടക്കും. ഓക്കെ, നേരെ തിരിച്ചും +2 നിങ്ങൾ പാസ്സായി, +2ന് മാത്രമായിട്ട് പാസ്സായി, പക്ഷേ +1 തോറ്റു, +1 മാത്രം എഴുതിയാൽ മതി, +2 ഇവിടെ കിടക്കും. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും കൂടി അപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒത്തിരി കൺഫ്യൂഷനായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു നമ്മളിത് ചോദിച്ചറിഞ്ഞ് കൃത്യമായിട്ട് നിങ്ങളുടെ എത്തിക്കും എന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇത് അപ്ലൈ ചെയ്യുന്നത് മിക്കവാറും അപ്ലൈ ചെയ്യുന്നത് ഈ വർഷം തന്നെയായിരിക്കാം. അടുത്ത വർഷം തൊട്ട് ജനുവരി അത്രയും ലേറ്റ് ആവില്ല എന്നാണ് എൻ്റെ തോന്നൽ. ഇനിയും മറ്റൊരു കൺഫ്യൂഷനോടെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അത് ഉടൻ തന്നെ എത്തും കേട്ടോ. അത് ക്ലിയർ ആകുന്നുണ്ട്. നിങ്ങൾക്കുള്ളൊരു കൺഫ്യൂഷനാണ്, അത് ഉടൻ തന്നെ എത്തും. ആ കൺഫ്യൂഷൻ ഇപ്പോഴാണ് എന്താണെന്നും പറയുന്നില്ല. ഉടൻ തന്നെ നിങ്ങളോട് ഒരു കൃത്യമായിട്ടുള്ളത് അറിഞ്ഞ് നിങ്ങളോട് കറക്റ്റായിട്ട് എത്തിച്ചിരിക്കും. ഒന്നും ചുമ്മാതെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നിങ്ങളെ എത്തിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയായിട്ടുള്ള കാര്യമാണ്. ചുമ്മാതെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ വേണമെന്ന് കേട്ടേക്കണം. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സുകളെല്ലാം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ക്ലാസ് ഒന്ന് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്ത് +1 ആണോ +2 ആണോ ഏതിനാണെങ്കിലും കൃത്യമായിട്ടുള്ള ക്ലാസ് കിട്ടി പഠിച്ച് ജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.